നമസ്തേ. രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജനൻ ടി വിയിൽ. നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജിമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ ഓരോ എപ്പിസോഡുകളിലും രത്നങ്ങൾ അല്ലെങ്കിൽ രത്നങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ച 2 രത്നങ്ങളായിരുന്നു ഒബ്സീഡിയൻ, ബ്ലാക്ക് ഒബ്സീഡിയനും അതുപോലെ തന്നെ ലാവ എന്ന് പറയുന്ന ആ രത്നവും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇത് എല്ലാവർക്കും ഉപയോഗിക്കാമോ, നമ്മളതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യണോ, ഇത് നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ വളരെ ഷോപ്പുകളിലൊക്കെ കാണാറുണ്ട്, നമുക്കിത് വാങ്ങി ധരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് വന്ന പലരും അത്ഭുതകരമായിട്ട്, കാരണം ഇതുപോലെ ഇങ്ങനെയുള്ള സ്റ്റോണുകൾ അഗ്നിപർവ്വതത്തിൽ നിന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നു. ഒബ്സീഡിയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആൾക്കാർ, ലാവ സ്റ്റോൺസ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഫോർമേഷൻ ഒന്നും എങ്ങനെയാണ് അറിയുന്നില്ല. ലാവ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജിയോ സ്റ്റോൺ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്റ്റലുകളിലോ മിനറൽസിലോ ഇങ്ങനെ സുഷിരങ്ങൾ, ക്യാവിറ്റീസ് പോലെ ഉണ്ടായി കണ്ടിട്ടില്ല നമ്മളിങ്ങനെ നടുക്ക് ചെറിയ അപ്പം അങ്ങനെയുള്ള സ്റ്റോൺ, അങ്ങനെയുള്ള വോൾക്കാനിക് ജിയോ സ്റ്റോൺസ് പെട്ട സ്റ്റോണാണ് ലാവ. ഇതിന് നല്ല ഡ്യൂറബിലിറ്റി ആയി കല്ലിന്. ലാവ സ്റ്റോണിന്. ഒബ്സീഡിയൻ സ്റ്റോണിന് ഷാർപ്പ്നെസ് കൂടുതലും കട്ടിങ്ങിനും ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നെങ്കിൽ ലാവ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് ഔട്ട്ഡോർ ഏരിയാസിൽ, അതായത് നമുക്ക് ഗാർഡനിങ്ങിൽ, പിന്നെ പേവിങ് ഏരിയാസിൽ, മറ്റ് നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഫയർ റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പം ഫയറിൽ നിന്നാണല്ലോ വരുന്നത്, അഗ്നിദേവതയാണല്ലോ. ഫയർ റെസിസ്റ്റൻ്റ് ആണ്. അതെ, ഫയർ റെസിസ്റ്റൻ്റ് ആണ്. അത് ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഔട്ട്ഡോർ ഏരിയാസിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനുമൊക്കെ ഈ ഒരു ഒരു പ്രൊട്ടക്ഷനുമാണ്. ചുറ്റുപാടും ഇത് ലാവ കല്ലുകൾ പാകിയാൽ ഫയർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം രത്നങ്ങൾക്ക് നമുക്ക് മനുഷ്യർക്കുള്ള ഒരു ഗുണങ്ങൾ മാത്രമല്ല, പിന്നെ വലിയ പാറക്കൂട്ടങ്ങളില്ലേ ഇത് കെട്ടി. അത് അന്നത്തെ കാലത്ത് ആൾക്കാർക്കത് ഇന്ന പർപ്പസിന് അത് അവരുപയോഗിച്ച് തുടങ്ങി, അങ്ങനെ അതിലേക്കായതാണ്. ഇത് പലതും നമ്മൾ മനുഷ്യനാദ്യമായിട്ട് കണ്ടെടുക്കുവാണല്ലോ ഇതൊക്കെ രത്നങ്ങൾ. പണ്ട് നമ്മൾ പെരിഡോട്ട് എന്ന് പറയുന്ന കല്ലുകളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ അവിടെ തന്നെ അലക്സാൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഒരു കല്ല് ഫോർമേഷനിൽ വന്നപ്പം ആൾക്കാർക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. കാരണം പെരിഡോട്ടിൻ്റെ കളറാണ് അലക്സാൻഡ്രൈറ്റിന്. അപ്പോൾ പെരിഡോട്ട് മൈൻ ചെയ്തിട്ട് ആ മൈനിങ് തൊഴിലാളികൾ നോക്കിയപ്പം ഇത് ഡേ ലൈറ്റിൽ വേറൊരു കളർ വന്നിന്, കളറിൽ വ്യത്യാസം. അങ്ങനെ ഇത് പല എക്സാമിനേഷൻസിന് പിന്നെ അങ്ങനെയാണല്ലോ ലാബിലെ ടെസ്റ്റുകൾ, മറ്റേത് വർഷങ്ങൾ കൊണ്ടിട്ടാണ് ഇത് അലക്സാൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട കല്ലാണെന്നുള്ളത്. കാരണം ഇത് നമുക്ക് ഈ എമറാൾഡ് ഒക്കെ വരുന്നത് ബെർൽ എന്ന് പറയുന്ന ഒരു മിനറൽ ഗ്രൂപ്പിൽപ്പെട്ട അതിൽപ്പെട്ട കല്ലാണ് അലക്സാൻഡ്രൈറ്റ്. അതുകൊണ്ടാണ് ആ ഏരിയയിൽ അതുണ്ടായത്. അങ്ങനെയാണ് കല്ലുകൾ കണ്ടുപിടിക്കുന്നതും. ഫസ്റ്റ് ഇൻവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ ഭയങ്കര മഹത്തായ ചരിത്ര സംഭവങ്ങളാണത്. എന്താണ് ഇതിൻ്റെ കളർ, ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇത് വാഷ് ചെയ്ത് പിന്നെ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കളറ് വേറൊരു കളറിലേക്ക് വരുമല്ലേ. അതാണ് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം. ഇത് ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലും കടലിലും ഒക്കെ ഉണ്ടാകുന്ന ഓരോ അത്ഭുത പ്രതിഭാസം ആണ് ഈ രത്നങ്ങൾ. പിന്നെ നമ്മളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ തീരാത്ത ഒരു സബ്ജക്റ്റായിട്ട് കിടക്കും. പിന്നെ ലാവ സ്റ്റോണിനൊക്കെ കുറിച്ച് നമുക്ക് ഒരുപാട് വേണേൽ സംസാരിച്ച് പോകാൻ പറ്റും. അപ്പോൾ അത്രയും പ്രത്യേക അഗ്നിപർവ്വതത്തിൽ നിന്നും പോകുന്ന ലാവ പോലും വേസ്റ്റായി പോകുന്നില്ല അല്ലേ. അതുപോലും അത് നമുക്ക് ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു, പാവിങ് ഏരിയയിൽ ഉപയോഗിക്കപ്പെടുന്നു, ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ഒബ്സിഡിയൻ പോലുള്ള കല്ലുകൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് രത്നങ്ങളുടെ ഒരു സൈക്കിള് വരുന്നത്. പ്രകൃതി അത്രയും തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. രത്നങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണഗണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങളുമാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. ഇപ്പം മനുഷ്യർക്കത് ആഭരണമായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനല്ല, പക്ഷെ അതിന് വേറെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്കതുകൊണ്ട് ചെയ്യാനായിട്ട് മനുഷ്യന് വേണ്ടി തന്നെ നിർമ്മിച്ച്
വന്നിരിക്കുന്ന ഫോർമേഷൻസ് മുഴുവൻ ഇത് മനുഷ്യന് വേണ്ടിയിട്ട്, നമ്മൾ പ്രകൃതി തന്നിരിക്കുന്ന എല്ലാ വിഭവങ്ങളും മനുഷ്യന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് വരാത്തതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപുള്ള എപ്പിസോഡുകളിൽ പങ്കുവച്ച ഒരു കാര്യമുണ്ടായിരുന്നു, നമുക്ക് അതിലേക്കൊന്ന് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞു, അതായത് സോഡിയാക് സൈനുകളിൽ 12 സൈനുകളിലും ഈ ലഗ്നം വരുമ്പോഴുള്ള ഒരു പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ മേട ലഗ്നത്തെക്കുറിച്ചും അതിനുശേഷം വരുന്ന ലഗ്നത്തെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുകയുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലേ, അതിന് അടുത്ത ഇതിലേക്ക് നിങ്ങൾ പോകുന്നില്ലേ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ നമുക്ക് ഇടവം മിഥുനം, അപ്പൊ തേർഡ് സൈന ജെമിനി, സൈൻ ഓഫ് ജെമിനി, മിഥുനം രാശി എന്ന് പറയുന്ന രാശിയാണ് ഈ നമ്മളിപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് പോകാനേ സാധിക്കുകയുള്ളൂ. മിഥുനം രാശി എന്ന് പറയുമ്പോൾ തന്നെ ഗദാധാരിയായിട്ടുള്ള പുരുഷൻ, വീണാധാരിയായിട്ടുള്ള സ്ത്രീ, മിഥുനം, അതായത് ആ സ്ത്രീ പുരുഷ സൈനാണ് മിഥുനം രാശി. മിഥുനം കണ്ടാൽ വ്യസനം വേണ്ടെന്ന് പറയുന്നത്. മിഥുനം രാശിയിലെ ഒരു കപ്പിളാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതൊരു നല്ല സൈനായിട്ടാണ് എടുക്കുന്നത്. മറിച്ച് കന്നി രാശിയിലോട്ട് വന്നു, കന്യ രാശി എന്ന് പറയുന്ന സിംഗിൾ ഇതായിട്ട് വന്നു. മിഥുന രാശി വരുമ്പോൾ കപ്പിൾ സൈനും കൂടെ ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെയാണ്. കാരണം അത് ആ രാശി ഒരു നല്ല രാശിയാണ്, ബുധൻ്റെ രാശിയാണ്. ബുധൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇൻ്റലിജൻസ്, സ്പീഡ്, മെമ്മറി, നോളജ്, റൈറ്റിംഗ് സ്കില്ല് ഒക്കെ ഈ ഒരു മിഥുനം രാശിയുടെ പ്രത്യേകതയാണ്. കാരണം ബുധനാണല്ലോ കൺട്രോളിങ്. ബുധൻ ബുദ്ധിയുടെ ആളാണ്. ബുദ്ധിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബുധനെയാണ്. ഓരോ ഗ്രഹങ്ങളും ഓരോ സ്വഭാവ വിശേഷങ്ങളുണ്ട്, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. സൂര്യന് കീർത്തിയും എക്സ്പോഷറും ലൈറ്റും റെഡ് എനർജി ആണെങ്കിൽ ബുധന് ഇൻ്റലക്ച്വൽ സ്കില്ല്, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബാങ്കിങ്, പലതരത്തിൽ വ്യത്യസ്തമായ സ്പീഡ് മെമ്മറിയാണ്. ബുധൻ നന്നായിട്ട് നിൽക്കുന്നവർ പെട്ടെന്ന് ആൻസർ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ബുധൻ്റെ ഒരു സ്കില്ലായിരിക്കും. കണക്ക് കൂട്ടൽ നല്ല മാത്തമാറ്റീഷ്യൻസ് ആയിരിക്കാം, ഓഡിറ്റേഴ്സ്, അക്കൗണ്ടന്റ്മാർ, ഇതെല്ലാം ഈ കാറ്റഗറി ബുധൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മിഥുനം രാശിക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. രത്നശാസ്ത്രത്തിലേക്ക് തിരികെ വരാം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് മിഥുനം രാശിയെക്കുറിച്ചാണ്. മിഥുനം രാശിയുടെ അല്ലെങ്കിൽ മിഥുനം ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് സാർ പറഞ്ഞു ബുധനാണ്, മെർക്കുറി. അപ്പം ആ ഒരു ബുധൻ്റെ പ്രത്യേകതകൾ ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നമ്മൾ ഈ രത്നശാസ്ത്രയിൽ ഈ ഒരു അസ്ട്രോളജിക്കലി സ്ട്രോക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണിത്. അപ്പം നമ്മൾ എപ്പോഴും എമറാൾഡ്, പച്ചക്കല്ലുകൾ, പെരിഡോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് സംസാരിക്കുന്നത് ഒരു പ്ലാനറ്റിൻ്റെ ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം മിഥുനം എന്ന് പറയുന്നത് ബുധൻ്റെ ആധിപത്യമുള്ള രാശിയും ബുധൻ്റെ ഓൺ ഹൗസസ് ആണ്. ബുധൻ്റെ എക്സോൾട്ടഡ് ഹൗസ് എന്ന് പറയുന്നത് കന്നി രാശിയാണ്. അപ്പോൾ ബുധൻ പച്ച നിറമാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ കോസ്മിക് കളർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ ഗ്രീനാണ് വരുന്നത്. ഇത് തന്നെയാണ് ഗ്രീൻ എമറാൾഡിനുള്ളതെന്ന് അർത്ഥമാണ്. അവിടെയാണ് രത്നങ്ങളും ഗ്രഹങ്ങളും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ബുധനിൽ നിന്ന് വരുന്ന ഇൻഫ്ലുവൻസ് ആണ് ഒരു മനുഷ്യനെ ബുദ്ധിമാനാക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. ബുധനിൽ നിന്ന് വരുന്ന അതേ കോസ്മിക് കിരണങ്ങൾ തന്നെയാണ് ഈ എമറാൾഡിനകത്തും ഉള്ളത്. അപ്പോൾ ഇതൊരാൾ ധരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ആ ബുധൻ്റെ ആ എനർജി നമ്മുടെ ബോഡിയിലോട്ട് കടത്തി വിടുക ചെയ്യുന്നത്. അതൊരു അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിടാനായിട്ടുള്ള ഒരു ഘടനാവിശേഷം എമറാൾഡിനുണ്ട്.
എമറാൾഡുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പ ചെറുപ്പം, അപ്പോൾ അത് നമുക്ക് കറക്റ്റാണ്. മിഥുനം രാശി ആണ് അല്ലെങ്കിൽ മിഥുന ലഗ്നമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് എമറാൾഡിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നും കൂടെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനുണ്ട്. അപ്പോൾ നമ്മളിതിന് മുന്നേ ഉള്ള പല എപ്പിസോഡുകളിലും കൂടുതൽ ആദ്യകാലങ്ങളിൽ, ഇപ്പം നമ്മൾ 3-4 വർഷമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമായത് നമ്മൾ രത്നങ്ങളെ മാത്രം എന്നായിരുന്നു നമ്മൾ ബേസ് ചെയ്യുന്നത്. ചെറുതായിട്ട് നമ്മൾ ആ ഗ്രഹങ്ങളെ ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ ആൾക്കാരുടെ റിക്വസ്റ്റും പ്രകാരം സാർ ഇത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ലഗ്നക്കാർക്കെല്ലാം ഈ എമറാൾഡ് പറ്റും, അല്ല വേറെ രത്നങ്ങൾ ഏതാണ് പറ്റുന്നത്, ഇതിനെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും അറിയണം. അപ്പോൾ നമ്മൾക്ക് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ജംസിലാണ്. എന്നാൽ എൻ്റെ അറിവിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിനകത്ത് ചിലപ്പം ചില കുറ്റങ്ങളും പോരായ്മകളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം സദയം ക്ഷമിക്കുക. എന്നെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മിഥുനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മിഥുനത്തിന് ബുദ്ധിയുമായിട്ട് കണക്ഷനാണ്. ബുദ്ധി നൽകുന്ന ഒരു ഗ്രഹമാണ് ഈ ബുധൻ, മെർക്കുറി എന്ന് പറയുന്നത്. അതെ, അതാണ്. അപ്പോൾ അത് വിദ്യാർത്ഥികളെയൊക്കെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്ന് സൂര്യനുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്ലാനറ്റാണ് ഇത്. അതുകൊണ്ട് ഇത് എപ്പോഴും ഇതിന് മിക്കവാറും പല ഹൗസസിൽ ഇതിന് മൗഢ്യസ്ഥിതി വരും. അത് ഗ്രഹനില പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ബുധനും സൂര്യനും തമ്മിൽ അടുത്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും അതൊരു നിപുണ യോഗവും കൂടെയാണ്. എങ്കിൽ പോലും ബുധന് അങ്ങനെയുള്ള ചില രാശികളിലൊക്കെ അതിന് മൗഢ്യം സംഭവിക്കും. മൗഢ്യം ബുധന് സംഭവിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആളാണ് ബുധൻ, അല്ലെങ്കിൽ നല്ല ഓർമ്മയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് ബുധൻ. അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കേണ്ട ആളാണ് ബുധൻ. അതിന് മൗഢ്യം സംഭവിക്കുമ്പോൾ ഇതിനെല്ലാത്തിലും കുറവ് വരും. എന്താണ് അവൻ പഠിക്കുന്നില്ല, അത് ബുധന് മൗഢ്യമാണെന്ന് തോന്നുന്നു. അങ്ങനൊരു ബുധന് മൗഢ്യമാണ്, എല്ലാം പോസ്റ്റ്പോൺ ചെയ്യും. അടുക്കും ചിട്ടയും കുറവായിരിക്കും ഇങ്ങനെയുള്ള മൗഢ്യമുള്ളവർക്കല്ല. ബുധൻ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ചാർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. തന്നെയല്ല മെൻ്റൽ നമ്മുടെ ഒരു ബാലൻസിങ് ശരിക്കും നമ്മൾ ബുദ്ധിയുമായിട്ടാണല്ലോ ഇത് കണക്റ്റഡ്. അപ്പോൾ ബുധൻ വളരെ റോങ് സൈഡിലാണെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യങ്ങൾ, ഓർമ്മക്കുറവുകൾ, ഡിമെൻഷ്യ പോലുള്ള സംഗതികളൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും പ്ലസ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ് ധാരാളമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജനറലായിട്ട് സംസാരിക്കുക ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ബർത്ത് പ്ലാനറ്ററി പൊസിഷൻസാണ് ഇതിനകത്തെല്ലാം ഇമ്പോർട്ടൻ്റ്. അതിലേ നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബുധൻ നന്നായിട്ട് നിന്നാൽ ഈ കുട്ടി നന്നായിട്ട് പഠിക്കും. ബുധൻ 10th ഹൗസിലൊക്കെ എക്സോൾട്ടഡ് ഹൗസ് എന്ന് പറയുന്നത് കന്നി രാശി ഉള്ളിയുടെ എക്സോൾഷനാണ്. അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് ബുദ്ധിപരമായിട്ടും എല്ലാം പെട്ടെന്ന് തിങ്ക് ചെയ്ത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളെ ഇവർ ചെയ്യത്തുള്ളൂ. ഒരു ഓർമ്മ ബുദ്ധി കാണും. ഈ അറിവ് തരുന്ന അല്ലെങ്കിൽ ബുദ്ധി തരുന്ന ഒരു ഗ്രഹമാണ് ഈ ബുധൻ എന്ന് സാറ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ മിഥുനം ലഗ്നത്തിൽ വരുന്ന അവർക്ക് ലഗ്നാധിപൻ ബുധനൊക്കെ നല്ല ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വ്യക്തികൾ ഒരു എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഒരു ജീവിതത്തിലെ എല്ലാ കാലവും പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടല്ലേ. ഒരു ഡിഗ്രി കഴിഞ്ഞു അടുത്ത ഡോക്ടറേറ്റ് PhD എടുത്തു ഇങ്ങനെ പോകുന്നത്. പിന്നെ എപ്പോഴും വായന ശീലം, വായിക്കുക, എവിടെ ഇരുന്നാലും വായിക്കുക. ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഈ ഒരു ബുധന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് സംഭവിക്കാം. ഇങ്ങനെയുള്ള അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ബുധൻ നല്ല എഴുത്തുകാരായിരിക്കും. അവർക്കതുപോലെ തന്നെ നല്ല ജേർണലിസ്റ്റുകൾ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, ഇവർക്കെല്ലാം ബുധനെ ഒരു പോസിറ്റീവ് ആകാതെ പറ്റില്ല. ഒരു പോലീസ് ഓഫീസറുടെ ചാർട്ടിൽ ചൊവ്വയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ ബുധനിൽ കാണും. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം.
വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ മിഥുന ലഗ്നത്തെക്കുറിച്ച് ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറഞ്ഞത്. അറിവ് നൽകുന്ന, അറിവ് അല്ലെങ്കിൽ ഒരാളെ ബുദ്ധിമാനാക്കുന്ന ആ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. അതിൻ്റെ ഒരു പ്രത്യേകതകൾ, ആളിങ്ങനെ ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വായന, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഈ മിഥുനം രാശിക്ക് നമ്മുടെ ഏത് ബോഡി പാർട്ടായിട്ടായിരിക്കും? തോൾ ഭാഗം, ചെവി, കഴുത്ത് ഭാഗങ്ങൾ ഒക്കെ നമ്മൾ ബുധൻ്റെ ബോഡി പാർട്ട് നെർവ്സുമായിട്ടാണ് കണക്റ്റഡ്. ബുധൻ റോങ് സൈഡിൽ ആണ് നിൽക്കുന്നെങ്കിൽ നെർവ്സിനെയാണ് ബാധിക്കുന്നത്, മെമ്മറിയാണ് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മിഥുന ലഗ്നം എന്ന് പറഞ്ഞാൽ ലഗ്നം ഒരാളുടെ ടൈം ഓഫ് ബർത്ത് കൊണ്ട് കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്തോണം. മിഥുനൻ രാശി എന്ന് പറയുമ്പം അത് നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടാണ്, ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ തിരുവാതിര, പുണർതം, പൂയംകാരുടെ ഒരു ആദ്യപാദം എല്ലാം ഈ മിഥുന രാശിപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ മിഥുന രാശിക്ക് ഈ ജനറൽ ക്യാരക്ടർ കാണും, ഇപ്പോൾ നമ്മൾ പറയുന്ന ക്യാരക്ടർ കാണും. അതിൽ മിഥുന ലഗ്നം കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഇതായിരിക്കും. അതെ. പുണർതം നാളും ഇപ്പോൾ മിഥുന ലഗ്നമൊക്കെ വന്നപ്പോൾ പക്ക ബുധൻ തന്നെയാണ് അവിടുത്തെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പ്ലാനറ്റ് അവർക്കതായിരിക്കും. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ ബുധൻ്റെ ഒരു സ്വാധീനം വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആള് ഈ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ വായന അല്ലെങ്കിൽ പഠനം, അറിവ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആള് ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും, നല്ല എഴുത്തുകാരനായിരിക്കും. ഈ ഒരു വ്യക്തി നല്ലൊരു പ്രാസംഗികനോട് ആയിക്കൂടെ? പിന്നെ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് മെർക്കുറി ഈക്വൽസ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് സെയിൽസിൽ, അതുപോലെ തന്നെ നമുക്ക് എന്തും സംസാരിച്ച് നേടുന്ന ആൾക്കാരാണ് ഈ ബുധൻ. ബുധൻ്റെ ഏറ്റവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ ഒരു മേഖലയിലേക്ക് നന്നായിട്ട് മെസ്സഞ്ചേഴ്സ് പെർഫോം ചെയ്യാനായിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എന്തുവാ, ഇപ്പം നമ്മൾ ടെക്നിക്കൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൂഗിൾ എല്ലാം മെസ്സേജസ് പാസ് ഓൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ടെലികമ്മ്യൂണിക്കേഷൻസ് എല്ലാം ബുധനാണ്. ഈ വ്യക്തികൾക്കെല്ലാം ഈ പറയുന്ന ബുധൻ്റെ രത്നം നമ്മൾ എമറാൾഡും യൂസ് ചെയ്യാനായിട്ട് നമ്മളത് കൃത്യമായിട്ടുള്ള ചാർട്ടിൻ്റെ ഒരു അനലൈസ് ചെയ്തിട്ട് വേണ്ടേ നമ്മളത് യൂസ് ചെയ്യാൻ? അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ബുധന ലഗ്നമാണ്, 6th ഹൗസിൽ ബുധൻ പോയി നിൽക്കുന്നു. ലഗ്നാധിപൻ 6ൽ രോഗസ്ഥാനത്ത് ആണ് വന്ന് നിൽക്കുന്നത്. ഇത് D1 എന്ന് പറയുന്ന നമ്മൾ ഗ്രഹനിലയെന്ന് പറയുന്ന അത് ചാർട്ടാണ്. D9 ഈ ബുധന് നീചത്വം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ബുധന് തീരെ ഒരു പോസിറ്റീവ് അല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആൾക്ക് ബുധൻ്റെ ലഗ്നം കൊടുക്കാൻ പറ്റില്ല. ബുധൻ്റെ രത്നം ധരിക്കാനായിട്ട് വകുപ്പില്ല. അപ്പോൾ നമ്മൾ മിഥുന രാശിയെ വെച്ചിട്ടോ മിഥുന ലഗ്നത്തെ വെച്ചിട്ടോ മാത്രമല്ല, നമ്മൾ D1 D9 ഒക്കെ ചാർട്ടിൽ ഈ ഗ്രഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അനുകൂലമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്കത് ധരിക്കാൻ പാടുള്ളൂ. ഈ ഭക്ഷണം നമുക്ക് നല്ലതാണ് എന്ന് നമുക്ക് ഒത്തം വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മളത് കഴിക്കുന്നത്. ശരിയാണ് അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് അതാണ് ഇതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബുധൻ നമുക്ക് ഇപ്പം ഈ മിഥുന ലഗ്നത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് വൃശ്ചികമാണ് രാശി. അവിടെ വയറാണ്, അബ്ഡമൻ പോർഷനാണ്, വയറിന് അസുഖങ്ങൾ. പിന്നെ ലഗ്നാധിപൻ ബുധൻ, ഞാൻ തന്നെ പോയി രോഗസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ബേസിക്കലി ഇയാളുടെ ഹെൽത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരാളാണെന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏത് കാലത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇയാൾ ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർക്ക് ഈ ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ആയിട്ടാണ് ഈ ശാസ്ത്രം സൂചന നൽകുന്നത്. ഇതെല്ലാം ഗൈഡ് ലൈൻസാണ്, ഇൻഡിക്കേഷൻസാണ്. അപ്പോൾ ലഗ്നാധിപൻ 6ൽ നിൽക്കുകയും
D9 അത് ഡെബിലിറ്റേറ്റഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അത് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ആ ഒരു അവസ്ഥകൾ പിന്നെ അത് മൂർച്ഛിക്കുകയുള്ളൂ. ഈ പറയുന്ന ലഗ്നാധിപം പോയി 6th ഹൗസിൽ രോഗസ്ഥാനത്ത് എന്നാൽ ചില കേസുകളിൽ നമുക്ക് ചെറിയ രീതിയിൽ കൊടുക്കാം. അത് നമുക്ക് ആ ചാർട്ട്, ആ വ്യക്തിയുടെ ചാർട്ട് കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒരു ബേസിക്കായിട്ടുള്ള അവരുടെ സ്വഭാവങ്ങൾ, രോഗാവസ്ഥകൾ, ഇപ്പം ബുധൻ വരുമ്പോൾ ബുധൻ ബുദ്ധിയായിരിക്കാം, ബുദ്ധിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ബുധൻ നീചത്തിൽ നിൽക്കുകയൊക്കെ ചെയ്താൽ ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾ, എപ്പോഴും ബുദ്ധി എന്ന് പറയുമ്പം ഒരു ഡിസിഷൻ മേക്കർ കൂടെയാണ്. അപ്പോൾ ബുധന് ബലമില്ലെങ്കിൽ നമുക്ക് എടുത്ത തീരുമാനം ശരിയാണോ ഇല്ലയോ എന്നിങ്ങനെ നമ്മൾ കൺഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തത് ശരിയായോ, ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്, ഞാനത് പറഞ്ഞും പോയി ചിലരുണ്ടല്ലോ. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എപ്പോഴും നമ്മൾക്കുണ്ടാവും. അത് ഷാർപ്പായിട്ട് ബുധൻ നിൽക്കുന്ന ആളാണ് പറഞ്ഞത് കറക്റ്റായിരിക്കും, എനിക്ക് സംശയമില്ല അതിനകത്ത്, ഒരു ഉറപ്പുണ്ടാവും. അപ്പം നമ്മൾ ആ മിഥുന ലഗ്നത്തിൻ്റെ 6th ഹൗസിൽ ബുധൻ പോയി നിന്നു. അതായത് ഏത് ഹൗസാണ്? വൃശ്ചികം. വൃശ്ചികം കാലപുരുഷൻ്റെ അബ്ഡമൻ, ലോവർ അബ്ഡമൻ പോർഷനിലാണ് വന്ന് നിൽക്കുന്നത് ഈ രോഗസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉദര സംബന്ധമായ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകൾ, ഇതായിരിക്കും ഈ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നത്. മറിച്ച് ഈ ബുധൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുലാം ലഗ്നമാണെന്ന് വിചാരിക്കുക. മിഥുനം ലഗ്നവും മിഥുന രാശി വിട്ട് നമ്മൾ തുലാം ലഗ്നത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുമ്പോൾ മീനം എന്ന് പറയുന്ന ഹൗസിലേക്ക് വന്നു. മീനം രാശി ജലരാശിയാണ്. മീനത്തിൽ ഈ ബുധൻ ഡെബിലിറ്റേറ്റഡാണ്, നീചാവസ്ഥയാണ് പുള്ളിക്ക്. അപ്പോൾ 6ാം ഭാവത്തിൽ രോഗസ്ഥാനത്ത് പുള്ളി നീചത്തിപ്പെട്ടു. അപ്പോൾ നിൽക്കുന്ന അതിൻ്റെ കൂടെ ഒരു പ്ലാനറ്റും കൂടെ ഒരു കൺജക്ഷനോടെ വന്നു. അപ്പോൾ കേതുവിൻ്റെ ഒരു കൺജക്ഷൻ വന്നു വിചാരിക്കാം. ബുധനും കേതുവും കൂടെ 6th ഹൗസിൽ മീനം രാശിയിൽ നിൽക്കുന്നതാണെങ്കിൽ ഈ ആളുടെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, മീനം രാശി എന്താണ്? മീനം രാശി കാലപുരുഷൻ്റെ പാദമായിരിക്കും, കാലിൻ്റെ പാദം അവിടെയായിരിക്കും ആൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. ഇത് നേർസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കുറവ്, മസിൽ ക്രാംസ്, ഇപ്പോഴും കാലിന് മടിച്ചിലുണ്ടാകുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഒരു പരിധിവരെയും ബുധനാണ്. അപ്പോൾ ബുധൻ നിൽക്കുമ്പോൾ ബുധൻ ഇത് മാത്രമല്ല ഉണ്ടാക്കുന്നത്, പുള്ളി ഏത് ഹൗസിൽ എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെയും പ്രോബ്ലം ഉണ്ടാവും, ആ പോർഷനിലും പ്രോബ്ലം ഉണ്ടാവും. അത് ഏത് ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് ഗ്രഹങ്ങളും രോഗസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ രോഗസ്ഥാനത്ത് നിൽക്കുന്ന ഏത് ഹൗസിലാണെന്നുള്ളത്, ആ ഹൗസ് ഈ കാലപുരുഷൻ്റെ ഏത് അവയവമാണെന്നും കണക്കിലെടുത്താൽ ആ അവയവത്തിനായിരിക്കും അസുഖം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമ്മളൊരു അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തണം. കാരണം ഈ മിഥുനം രാശിയിൽ നമുക്കിപ്പം ചൊവ്വ വന്നാൽ അല്ലെങ്കിൽ ശുക്രൻ വന്നാലുള്ള പ്രത്യേകതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിനുള്ള പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുകളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതല്ല ഈ ബുധൻ ഈ നമ്മൾ തുലാം ലഗ്നമാണല്ലോ പറഞ്ഞത്, എൻ്റെ ഭാഗ്യാധിപനാണ്. അപ്പോൾ ആൾക്കാർ ഈ 9th ഹൗസ് എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനം, അതിൻ്റെ കല്ല് സ്റ്റോൺ സജസ്റ്റ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. ഭയങ്കര റോങ് സൈഡാണ്. ആ ബുധൻ പോയി നീചത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യാധിപൻ നീചത്തിൽ പോയി നിൽക്കുന്നു. അത് ഭാഗ്യസംബന്ധമായ ഒരു കുറവുണ്ടാക്കും, അസുഖങ്ങളും ഉണ്ടാക്കും. ഒരിക്കൽ പോലും ആ ബുധൻ്റെ സ്റ്റോൺ അവിടെ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വിവരങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്തണം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.